പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാന് അതിശക്തമായ മുന്നറിയിപ്പുമായി സൗദി അറേബ്യ. നിരന്തരമായുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ രാഷ്ട്രീയേതര മാർഗങ്ങൾ സ്വീകരിക്കാൻ മടിക്കില്ലെന്ന് സൗദി വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളുടെ സമാധാന നിലപാടിൽ വന്ന വലിയൊരു മാറ്റമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. റിയാദിൽ നടന്ന നയതന്ത്ര യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ നടത്തിയ പ്രസ്താവന ഏറെ നിർണായകമാണ്. ഇറാൻ തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കണമെന്നും നിലവിലെ ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം കേവലം രാഷ്ട്രീയ പരിഹാരങ്ങൾക്ക് പുറമെ രാഷ്ട്രീയേതര മാർഗങ്ങളും അറബ് രാജ്യങ്ങളുടെ പരിഗണനയിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ നിലപാടിൽ വന്നിട്ടുള്ള സുപ്രധാനമായ മാറ്റമായാണ് ഈ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി സമാധാനവും പരസ്പര ചർച്ചകളും മാത്രമാണ് GCC രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഈ യുദ്ധം തങ്ങളുടേതല്ലെന്നും മേഖലയിൽ പ്രതിരോധം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സൗദി വിദേശകാര്യമന്ത്രി ഇപ്പോൾ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെ ഈ നടപടികൾ രാഷ്ട്രീയപരമായും ധാർമ്മികമായും അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. റിയാദിൽ സുപ്രധാന നയതന്ത്ര യോഗം നടന്നുകൊണ്ടിരിക്കെ റിയാദിലും ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ അറബ് രാജ്യങ്ങൾ ഒരിക്കലും വഴങ്ങില്ലെന്നും പതറില്ലെന്നും വ്യക്തമാക്കിയ അദ്ദേഹം തങ്ങളുടെ മുന്നിൽ രാഷ്ട്രീയേതര മാർഗങ്ങൾ തുറന്നു കിടപ്പുണ്ടെന്ന കാര്യം വീണ്ടും ആവർത്തിച്ചുറപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.